ഇന്ന് ദ ബിഗ്ഗസ്റ്റ് എത്തുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സിന്തറ്റിക് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമാകുന്നു എന്നാണ് പരാതി. മുക്കം ആനയാംകുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ചാണ് ഈ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. പോകാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റിലേക്ക്. കേരളത്തിൽ രാസലഹരിയുടെ ഉപയോഗം ഒരു മറയും കൂടാതെ വ്യാപകമാകുന്നതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്നിൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും. ബ്രൗൺ ഷുഗർ, MDMA പോലുള്ള മാരക രാസലഹരികൾ ഇവർക്കിടയിൽ സുലഭമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം മലയാളി യുവാക്കളും ഇവിടെ ലഹരി വാങ്ങാൻ എത്തുന്നുണ്ട്. വിവരശേഖരണത്തിന്റെ ഭാഗമായി ആനയാംകുന്നിലെ വാടക ക്വാർട്ടേഴ്സിലെത്തിയ ന്യൂസ് മലയാളം സംഘം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. യാതൊരു കൂസലോ ഭയമോ ഇല്ലാതെയാണ് നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാസലഹരികൾ ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിച്ച് വീര്യം കൂടുന്നതിനാവശ്യമായ ആധുനിക സംവിധാനങ്ങളും അവരുടെ പക്കലുണ്ട്. പുറമെ നിന്നുള്ളവർക്കും പോലീസിനും സംശയം തോന്നാതിരിക്കാൻ യുവതികളെയും ലഹരി സംഘത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. കുടുംബമായി താമസിക്കുന്നു എന്ന വ്യാജേന ലഹരി വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം. ഈ മേഖലകളിൽ മുമ്പ് ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ പ്രദേശവാസികൾക്ക് ലഹരി കേന്ദ്രത്തെക്കുറിച്ച് അറിവില്ല. ബാറുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നുമാണ് ഈ സംഘം ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത്. വലയിലാകുന്നവരെ സൗഹൃദം നടിച്ച് ക്വാർട്ടേഴ്സിലെത്തിക്കുന്നു. അവിടെ വെച്ചാണ് ലഹരി ഉപയോഗവും വിൽപ്പനയും. ന്യൂസ് മലയാളം, കോഴിക്കോട്.